പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം അശ്ലീല സൈറ്റിൽ പങ്കുവച്ച എറണാകുളം കാലടി സ്വദേശി രോഹിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോക്സോ പ്രകാരമാണ് കേസെടുത്തത്. നേരത്തെ സമാനമായ പരാതിയിൽ രോഹിതിനെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് രോഹിത്തിനെതിരായിട്ടുള്ള പുതിയ നിയമ നടപടികൾ? വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ രോഹിതിനെതിരെ പുതുതായി എടുത്തിരിക്കുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണ്? വേണു, രോഹിതിനെ നേരത്തെ 20 പെൺകുട്ടികളുടെ ചിത്രം അശ്ലീല പേജിൽ പങ്കുവച്ചതിന് കാലടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രോഹിതിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം രോഹിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് രോഹിത് പങ്കുവച്ച ഈ പെൺകുട്ടികളുടെ ചിത്രത്തിൽ അതിലൊരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ആ കണ്ടെത്തലിനെ തുടർന്ന് രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വളരെ വിചിത്രമായ ഒരു നടപടി കൂടിയാണ് പോലീസിന്റേത്. എന്തുകൊണ്ട് പോലീസ് ഇത് ആദ്യം ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് കൃത്യമായി ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചില്ല എന്നൊരു വിമർശനവും ഉയരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മാത്രമാണ് വീണ്ടും രോഹിത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനോ ഒക്കെ പോലീസ് തയ്യാറായത്. ഇന്ന് കാലടി ഈ നടപടിയുമായി ബന്ധപ്പെട്ട് കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് KSUവിന്റെ മാർച്ച് നടത്തുന്നുണ്ട്. രോഹിത്തിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ജനസംഖ്യാ വളർച്ചയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സുസ്ഥിര വികസനത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തതാണ് ഈ ദിനം.